സുധീഷ്, EU ആ ഒരു ഡീൽ, അതായത് മദർ ഓഫ് ഓൾ ഡീൽസ്, അതെ, മദർ ഓഫ് ഓൾ ഡീൽസ്, അതായത് ഫേസ്ബുക്കിൽ ഒരാൾ പരിഭാഷപ്പെടുത്തിയ പോലെ എല്ലാ കരാറുകളുടെയും തള്ള എന്നുള്ള രീതിയിൽ അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതൊരു വലിയ ഡീലാണ് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. ഇന്ത്യയിൽ എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ട്, CPM-ൻ്റെ ഭാഗത്തു നിന്നൊക്കെ എതിരഭിപ്രായമുണ്ട് ഈ ഡീലിനെതിരെ. അങ്ങനെ ഡീലിനെതിരെ CPM-ൻ്റെ എതിരഭിപ്രായം വന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി അത് ഇത് നല്ലതാണെന്ന്. അങ്ങനെയാണ് കമൻറ്റുകൾ അവരുടെ പോസ്റ്റിന് താഴെയൊക്കെ വരുന്നത്. അതിനൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡീൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഭരണത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും മറു സൈഡിൽ നിന്ന് ആരംഭിച്ചു. അപ്പോൾ ഇത് എപ്സ്റ്റീൻ ഫയലിൻ്റെ ഒരു വരി വെച്ചിട്ട് നരേന്ദ്രമോദി ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തെ? അല്ല, നരേന്ദ്രമോദി ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞ അതിൻ്റെ കൂട്ടത്തിൽ ഇറക്കിയ ഒരു വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നരേന്ദ്രമോദി അവിടെ ചുമ്മാ നിൽപ്പുണ്ട്, ബാക്കി ആൾക്കാർ വന്നിട്ട് ഒരു വേദിയിൽ വന്ന് പാട്ടും പാടി ഡാൻസും കളിച്ചൊക്കെ പോകുന്നു. പാട്ടുപാടുമല്ല, നമ്മുടെ ദേശീയഗാനമാണ് പാടിയിരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ എപ്സ്റ്റീൻ പറയുന്നത്, എപ്സ്റ്റീൻ്റെ സുഹൃത്തായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതനുസരിച്ച് നരേന്ദ്രമോദി ഇസ്രായേലിൽ പോവുകയും പാട്ടും പാടി ഡാൻസും കളിച്ച് പോന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് അമേരിക്കയെ പ്രീതിപ്പെടുത്താനാണ് പോലും. നമ്മൾക്ക് അറിയാം, ഇത് നടക്കുന്നത് 2017 2014 നരേന്ദ്ര ദാമോദർ മോദിജി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പല രാജ്യങ്ങളുമായിട്ട് നയതന്ത്രത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്കും പോവുകയും വിസിറ്റിന് പോവുകയും അവിടെ ചെന്ന് നല്ല രീതിക്ക് സംസാരിച്ച് എന്താ പറയുക നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന്. ആ സമയത്താണ് ഈ മനുഷ്യരെല്ലാവരും കൂടെ പറഞ്ഞത്, ഇങ്ങനെ ഉലകം ചുറ്റും ബാലിവൻ ടൂറിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഇസ്രായേലിലേക്ക് ട്രംപിനെ പ്രീതിപ്പെടുത്താൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഇസ്രായേലുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ബന്ധവും അതിനു മുന്നേ തന്നെ ശക്തമാണ്. ശക്തമാണെങ്കിൽ പോലും 2017 തോന്നുന്നു, ഈ സമയത്താണെന്ന് തോന്നുന്നു മോദി ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ ഒരു ബന്ധം ഈ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രവുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ അതിനു മുന്നേയൊക്കെ വളരെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു ബന്ധത്തിലുമാണ്. അപ്പോൾ പിന്നെ ആ ഒരു ബന്ധം ഉണ്ടാക്കാൻ ട്രംപിന്റെ സഹായം വേണം. അതാണ് ചോദ്യം. അത് തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ഭാരതത്തിന്റെ ഔദ്യോഗിക വക്താവ് ഇതിനെപ്പറ്റി പറഞ്ഞത് ഒരു ക്രിമിനലിന്റെ ജൽപ്പനം മാത്രമാണ്, ഇതിൽ യാതൊരു കാര്യമില്ല. ഇസ്രായേലും ഭാരതവുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതിൻ്റെ അകത്ത് ഇതിന്റെ ആവശ്യമില്ല. ട്രംപിനെ പ്രീതിപ്പെടുത്തേണ്ട ഒരാവശ്യവും നരേന്ദ്രമോദിക്കില്ല. മാത്രവുമല്ല, ട്രംപിനെ ഇന്ന് വരെ പ്രീതിപ്പെടുത്താനായിട്ട് നരേന്ദ്രമോദി പോകാത്തത് കൊണ്ടേ നമ്മൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ട്രംപിനെ പ്രീതിപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ ബൈഡനെ പ്രീതിപ്പെടുത്താനായിട്ടോ നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ട കാലം എന്താ പറയുക നരേന്ദ്രമോദി ഭാരതം ഭരിച്ചതിന് ശേഷം ഉള്ള പ്രശ്നം അതാണ്. അതും എന്താ പറയുക ഈ പറഞ്ഞ പോലെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ല, ഹിന്റ് ചെയ്തിട്ടുണ്ട്. മര്യാദയ്ക്ക് അങ്ങ് പോയി എന്താ പറയുക അങ്ങനെ പ്രീതിപ്പെടുത്തി അങ്ങ് പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മീഡിയത്തിൽ പോകണമെങ്കിൽ പോലും, ട്രംപിന്റെ അടുത്ത് മീഡിയത്തിൽ പോകണമെങ്കിൽ പോലും അവനവന്റെ ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരും. അവനവന്റെ ആണെങ്കിലും കുഴപ്പമില്ല, രാജ്യത്തിന്റെ ആത്മാഭിമാനം പണയം വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മോദി പോകുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, ഇതിൽ ഒരു കാര്യം, അതായത് ഈ ഒരു വിഷയം പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. 2014 അധികാരം ഏറ്റപ്പോൾ മുതൽ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഇന്ത്യ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതായത് സഹകരണമുണ്ട്, പക്ഷെ ഒരു സമ രീതിയിലുള്ള സഹകരണമേ ഉള്ളൂ. അല്ലാതെ ആർക്കും താഴെ നിന്ന് ഒരു സമന്മാരായിട്ട് നിന്നുള്ള ഒരു സഹകരണമേ ഉള്ളൂ. കൂഞ്ഞി നിന്നിട്ട് ഒരു മറ്റേ വായിക്കരിയും പൊത്തി തമ്ര എന്ന് വിളിക്കുന്ന പരിപാടിക്ക് അത് തീരുമാനിച്ചിട്ട് തന്നെയാണ്, ആദ്യം മുതലേ ആ തീരുമാനം കൃത്യമായിട്ട് തന്നെയാണ് മുന്നോട്ട്. അത് എല്ലാ രാജ്യത്തിന്റെ അടുത്തും അത് എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ച ഒരു കാര്യമാണ്, നവാസ് ഷെരീഫിന്റെ കൊച്ചുമോളുടെ കല്യാണത്തിന് പോയ അതും ഒരു സമന്മാരായിട്ട് തന്നെയാണ് അവിടെയും പോയത്. പാകിസ്ഥാനെയും ആ സമന്മാരായിട്ട് തന്നെയാണ് അന്ന് കണക്ക് കൂട്ടിയത്. അത് കഴിഞ്ഞിട്ടൊരു ചതി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ പരിപാടി മറ്റേ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട്
ഇല്ലാതാക്കി കളഞ്ഞത്. ഇത് പലപ്പോഴും ഈ അടുത്ത കാലത്ത് മോദി പങ്കെടുത്ത പല വിദേശ സന്ദർശനങ്ങളിലും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ഒരു സ്വഭാവം തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മൾ സുഹൃത്തുക്കളാണ്, നമ്മൾ ഫ്രണ്ട്സാണ്, നമ്മൾ ഒരേ ലെവലിലാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ചെറിയ രാജ്യമായിക്കോട്ടെ വലിയ രാജ്യമായിക്കോട്ടെ. അത് എന്താ പറയുക, അമേരിക്ക എന്നല്ല, പാകിസ്ഥാൻ എന്നല്ല, ആഫ്രിക്ക എന്നല്ല, ഏത് രാജ്യത്തിന്റെ വലിപ്പമോ പോപ്പുലേഷന്റെ എണ്ണമോ നോക്കിയിട്ടല്ല നമ്മൾ ആൾക്കാരെ സമന്മാരാകുന്നത്, അല്ലെങ്കിൽ പൈസയുടെ അളവോ നോക്കിയിട്ടല്ല നമ്മളെല്ലാവരെയും സമന്മാരായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മളെയും അങ്ങനെ തന്നെ സമന്മാരായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന വാശിയിൽ തന്നെയാണ്. അതായത് നമ്മൾ ഒരു പെരുമാറ്റം മറ്റൊരു രാജ്യത്തിന് കൊടുക്കുമ്പോൾ അതേ രീതിക്ക് നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കണം. അത് മസ്റ്റാണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പം ഒരു കടൽ തീരത്ത് പോയി കസേരയും വലിച്ചിട്ട് അവിടെ അങ്ങ് ഇരിക്കും. അത്രേ ഉള്ളൂ. അതിൻ്റെ വേറെ കൂടുതൽ എന്താ പറയുക, പിണങ്ങാനോ ബാക്കിയുള്ളൊരു പരിപാടിക്കും പോകത്തൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടന്നോളും. നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ആൾക്കാരെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മോശമായിട്ട് സംസാരിക്കുകയോ ആൾക്കാരെ എന്താ പറയുക അധിക്ഷേപിക്കുക, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു മിനിമം ക്ലാസ് ഉണ്ട് നമുക്ക്, ഒരു മിനിമം സ്റ്റാൻഡേർഡ്. ഇപ്പോൾ തന്നെ ട്രംപ് എന്തൊക്കെ പറഞ്ഞു, എന്തെങ്കിലും മറുപടി കൊടുത്തോ? ഇല്ല, മിണ്ടിയില്ലല്ലോ. പറഞ്ഞോട്ടെ. ഡിഫെൻഡ് ചെയ്യാൻ പോലും പോയിട്ടില്ല. ഡിഫെൻഡ് ചെയ്യാൻ ആപടെ പോയിരിക്കുന്നത് നമ്മുടെ സാധാരണ മറ്റേ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരാണ്. അവർ പോയി, വക്താക്കൾ പോയി സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തലവനായിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോലും വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വേദികളിൽ വെച്ച് അദ്ദേഹത്തോട് നേരിട്ടൊരു ചോദ്യം ചോദിച്ചാൽ മാത്രമേ അദ്ദേഹം റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ ഇവിടെ പോയി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, അത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പീയൂഷ് ഗോയൽ ഈ യൂറോപ്യൻ യൂണിയനെ പറ്റിയുള്ള ട്രേഡ് ഡീലിനെ പറ്റി ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൻ്റെ അത് പീയൂഷ് ഗോയലിനോട് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ ഒരു ഡീൽ, ഈ FTA നടക്കാനായിട്ടുള്ള കാരണം ട്രംപ് ആണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒറ്റ സെൻറ്റൻസ് ആയിരുന്നു, വി ഹാവിൻ ഡിസ്കസ്ഡ് ഇറ്റ് യെറ്റ്. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോലുമില്ല. ട്രംപിനെ ഇതിൻ്റെ അകത്ത് കൂട്ടിത്തൊടിയിച്ചിട്ടില്ല. ട്രംപ് എന്നുള്ള പേര് ഈ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് ഒരൊറ്റ സെൻറ്റൻസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തീർന്നു. പിന്നെ അല്ല, ആ പത്രസമ്മേളനം എടുത്ത് കണ്ടാൽ മതി. വേറെ ഒന്നുമില്ല. നമ്മളൊരു മനുഷ്യനെ അപമാനിക്കാനായിട്ടോ ഒരു മനുഷ്യനെ കൊച്ചാക്കാനായിട്ടോ, ഈ പറഞ്ഞ പോലെ തരൂരൊക്കെ പണ്ട് പറഞ്ഞത് ഒരു ക്ലാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക വക്താക്കളോ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരോ ഒന്നും അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. നമ്മൾ ആ വിഷയം തൊട്ടിട്ടില്ല. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വർത്തമാനം പറയാൻ താല്പര്യമില്ല. അതായത് മറ്റൊരു രാജ്യത്തെ ഒരു രാജ്യത്തലവനെ അല്ലെങ്കിൽ ഭരണത്തലവനെ കൊച്ചാക്കി സംസാരിക്കുന്നത്ര ചീപ്പല്ല നമ്മൾ ആ ഒരു ഇത് ചെയ്യുന്നില്ല. പിന്നെ കമ്മിങ് ബാക്ക് ടു എപ്സ്റ്റീൻ, അമേരിക്ക എന്താ പറയുക, ട്രംപിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രത്തലവന്മാർക്കും താല്പര്യമുണ്ടായിരുന്നു മോദി ഭരണത്തിൽ വരരുതെന്നുള്ളത്. ട്രംപിനും ഇപ്പോൾ താല്പര്യമുണ്ടാവുമായിരിക്കും. പക്ഷേ ഇതിനൊന്നും കൊട പിടിക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. അവർ ശ്രമിച്ചോട്ടെ, ആ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചോട്ടെ. നമ്മൾ എന്താ പറയുക, അതിനെ കൂടുതലൊന്നും പറയാനും പോകുന്നില്ല. ആ പാടിത്രേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ക്രിമിനലിൻ്റെ ജൽപ്പനം മാത്രമാണിത്, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് രാജ്യത്തിന്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അല്ലെങ്കിൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രം അധികാരത്തിൽ വരാൻ താല്പര്യം സത്യത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഉണ്ടാവണമെന്ന് തന്നെ സംശയം ഉണ്ട്. കാര്യം അത് അത്ര എളുപ്പമല്ല. കാര്യം അത്ര എളുപ്പത്തിൽ മെരുക്കാൻ പറ്റുന്ന ഒരു ഇനം അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ല, ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോദി ഈസ് എ ടഫർ നെഗോഷിയേറ്റർ ദാൻ മീ എന്ന്. അങ്ങേര് ഒന്നിലേറെ അവസരങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോദിയെ മെരുക്കാൻ പറ്റില്ല എന്നുള്ളത് ട്രംപിന് നന്നായിട്ട് അറിയാം, യാതൊരു സംശയവുമില്ല.